ശിർക്ക് ചെയ്താൽ എന്താ കുഴപ്പം? വലക്കത് ഊഹിയ ഇലൈക വൈലല്ലദീന മിൻ ഖബ്ലിക ലൈൻ അശ്റക്ത ലയഹ്ബതുന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഇതാണ് പ്രശ്നം. 39-ാം അധ്യായം 65. നബിയെ, താങ്കൾക്ക് മാത്രമല്ല താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർക്കും ഞാൻ വഹി നൽകിയിട്ടുണ്ട്. എന്ത്? ശിർക്ക് ചെയ്താൽ സകല അമലും പൊളിഞ്ഞു പോകുന്നു, പിന്നെ ഒരമലും അല്ലാഹു സ്വീകരിക്കില്ല. മൊയ്തീൻ ഷെയ്ഖേ എന്ന് ഒരാൾ വിളിച്ചാൽ അയാളുടെ സകല അമലും പൊളിഞ്ഞു എന്നാ അല്ലാഹു പറയുന്നത്. സകല അമലും പൊളിഞ്ഞു. അല്ലാഹു ഖുർആനിൽ പറഞ്ഞാണ്, നബിമാരെ വിളിച്ചിട്ട് പറഞ്ഞാണ്, നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്ത സകല അമലും പൊളിഞ്ഞു. നബിമാരുടെ അമൽ വരെ പൊളിഞ്ഞു. നബിമാരോടാ പറയുന്നത്. മുൻകാല നബിമാരെ മുഴുവനും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അമൽ പൊളിഞ്ഞു. അടുത്തത് വിശുദ്ധ ഖുർആൻ പറയാൻ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു ഒരിക്കലും പൊറുക്കില്ല അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത്. 4-ാം അധ്യായം 48-ാമത്തെ വചനം, 4-ാം അധ്യായം 116-ാമത്തെ വചനം. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, 5-ാം അധ്യായം 72-ാമത്തെ വചനം. നിങ്ങളെങ്ങാനും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ സ്വർഗം നിങ്ങൾക്ക് നിഷിദ്ധമാണ്, നിങ്ങൾ നരകത്തിൻ്റെ അകലുകാരാണ്. കഅബാലയത്തിൽ ഹജ്ജ് ചെയ്യാൻ വേണ്ടി മക്കയിലെ മുശ്രിക്കുകൾ വന്നു. അവർ തൽബിയത്ത് ചൊല്ലി. കിതാബുൽ ഹജ്ജ്, സഹീഹ് മുസ്ലിം കിതാബുൽ ഹജ്ജിലെ ഹദീസാണ് പറയുന്നത്. അതിൽ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഈ ആളുകൾ ഹജ്ജ് ചെയ്യാൻ കഅബത്തിന്റെ അടുത്ത് വരും. അപ്പം നബിയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അവിടെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അള്ളാഹിൻ്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ വന്നു. എന്നിട്ട് പറയാണ്, ഇല്ല ശരീകൻ ഹുവലക തംലികുഹു വമാ മലക, അവർ പറഞ്ഞുള്ള വാചകമാണ്. അപ്പൊ അള്ളാഹ്ക്ക് പങ്കുകാരില്ല എന്ന് അവർ പറയുമ്പോൾ റസൂൽ പറയും, മതി 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 മതി. എന്നിട്ട് അള്ളാഹുവിൽ, അതാണ് നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ടത്, അള്ളാഹുവിൽ. അള്ളാഹിനെ പറ്റി അവർ പറയുന്നത് അറിയോ? അള്ളാഹു കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അള്ളാഹ് കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇല്ലാ ശരീകൻ ഹുവലക തംലികുഹു വമാ മലക, പടച്ചോൻ കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതിനെപ്പറ്റി റസൂലുള്ളാഹി പറഞ്ഞത് എന്താണ്? വൈലക്കും കദ്, നിങ്ങൾക്ക് നാശം വേണ്ട, ആ വാചകം വേണ്ട. അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, അള്ളാഹ്ക്ക് പങ്കുകാരില്ല എന്ന് പറഞ്ഞ് അവിടെ നിർത്തുക. അള്ളാഹ് ആർക്കെങ്കിലും അള്ളാഹിൻ്റെ കഴിവ് വകവെച്ച് കൊടുത്തു എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു, ഖുർആനും സുന്നത്തും വെച്ച് നമ്മൾ പറഞ്ഞു, വളരെ ഗൗരവമായി പറഞ്ഞു. ഗൗരവം പഠിപ്പിക്കാൻ വേണ്ടി ഓരോ പോയിന്റും നമ്മൾ ഇവിടെ എടുത്ത് തലനാരിയ കീറി പറഞ്ഞു. ഇവിടെ ഏറ്റവും വലിയ കുഫ്ർ പ്രചരിപ്പിക്കുന്നവരെ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിച്ചു. അതൊന്നും ഒരു വ്യക്തിവിരോധമല്ല. ഈ ആദർശം അള്ളാഹ്ക്ക് വേണ്ടി കോപിക്കണം എന്നാ. അള്ളാഹ്ക്ക് വേണ്ടി കോപിക്കാത്തവൻ ഈമാനില്ലെന്ന് പ്രവാചകൻ. അള്ളാഹ്ക്ക് വേണ്ടി, വ്യക്തിപരമല്ല. നമ്മളെപ്പറ്റി പറഞ്ഞാലോ നമ്മുടെ പ്രസ്ഥാനത്തെ പറ്റി പറഞ്ഞാലോ നമുക്ക് ആരോടും ഒരു വെറുപ്പില്ല. അള്ളാഹുവിനെതിരെ ശത്രു, അള്ളാഹിനോട് യുദ്ധം പ്രഖ്യാപിക്കുക. മുനാദിയൻ യുനാദി ലിൽ ഈമാനി അന്നാമിനു ബിറബ്ബിക്കും ഫആമന്നാ. സൂറത്ത് ആൽ ഇംറാനിലാണുള്ളത്. എന്താ അതിൻ്റെ അർത്ഥം? വിളിച്ചു പറയപ്പെട്ട ഒരാൾ അള്ളാഹുവിൽ വിശ്വസിക്കൂ. അപ്പം വിളിച്ചു പറയുന്നവരൊക്കെ വിളിച്ചു പറയുന്ന അള്ളാഹുവിൽ വിശ്വസിക്കാനാ, അല്ലാതെ ഷെയ്ഖിൽ വിശ്വസിക്കാനല്ല, മമ്പറന്നങ്ങളിൽ വിശ്വസിക്കാനല്ല, അവരിലേക്ക് തിരിഞ്ഞു വരുമെന്നല്ല. താർത്താരികൾ, ചെങ്കിസ് ഖാന്റെ പട്ടാളം മംഗോളിയ കടന്നു വന്നപ്പോൾ അവർ ദർഗയിലേക്ക് ഓടി. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു, ഉഹുദിൻ്റെ പശ്ചാത്തലത്തിൽ നബിയുടെ അനുസരണക്കേട് കാണിച്ചിട്ട് വരെ അവർ പരാജയപ്പെട്ടു. പിന്നെ ശിർക്ക് ചെയ്ത് നിങ്ങൾ പരാജയപ്പെടാതിരിക്കുമെന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം അവരോട് ചോദിച്ചത്. അപ്പം നമ്മളെല്ലാവരും മനസ്സിൽ, ഇത് വ്യക്തിപരമല്ല, ഇത് സംഘടനാപരമല്ല, ഇത് വിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ നടത്തിയിട്ടുള്ള പ്രഭാഷണമാണ്.